എല്ലാവർക്കും ഒരിക്കൽ കൂടി ജിംനി എക്സ്പ്ലോററിലേക്ക് സ്വാഗതം. നമ്മളിന്ന് എത്തിയിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ പുള്ള് എന്ന ഗ്രാമത്തിലാണ്. പുള്ളിനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒന്നും കാണിച്ചിരുന്നില്ല. അതായത് കുട്ടവഞ്ചി, പെഡൽ ബോട്ട്, അതുമാതിരി കയാക്കിങ്, അതെല്ലാം നിർത്തി വെച്ചിരിക്കുന്ന ഒരു സമയത്തായിരുന്നു നമ്മൾ മുൻപ് പോയത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഇതിന്റെ മാത്രം കാഴ്ചകളാണ് ഇവിടെ കാണിക്കുന്നത്. ഈവനിങ്ങിലാണ് പോയത്. ഇവിടെയുള്ള സമയം രാവിലെ 7 മണി തൊട്ട് വൈകുന്നേരം 6:30 വരെയാണ്. ഏതാണ്ട് ഒരു 6 മണി കഴിഞ്ഞിട്ടാണ് ഞാൻ അവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ആക്ടിവിറ്റീസ് എല്ലാം ക്ലോസ് ചെയ്യാറായി. നമുക്ക് ഇവിടുത്തെ സന്ധ്യ നേരത്തെ ഈ ആക്ടിവിറ്റീസ് എല്ലാം ഒന്ന് കാണാം. അതുപോലെ തന്നെ സൂര്യാസ്തമയത്തിന്റെ സമയമാണ്. സൂര്യാസ്തമയത്തിന്റെ കാഴ്ചകൾ കൂടി കണ്ടിട്ടാണ് ഇവിടെ ആളുകൾ മടങ്ങുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം. കയാക്കിംഗ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അതുപോലെ തന്നെ പെഡൽ ബോട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുട്ടവഞ്ചിയും. ഇത് മൂന്നുമാണ് ഇവിടുത്തെ ആകർഷണം. ഈ പുള്ളിലേക്ക് പോകാനായിട്ട് തൃപ്രയാറിൽ നിന്നും കൊടുങ്ങലിൽ നിന്നും തൃശ്ശൂരിൽ നിന്നും പല വഴികളുണ്ട്. ഞാൻ പോയത് തൃശ്ശൂരിൽ നിന്ന് വാടാനപ്പള്ളി പോകുന്ന റോഡിൽ മനക്കൊടി എന്ന ജംഗ്ഷനിൽ നിന്ന് തിരിഞ്ഞിട്ടാണ്. മനക്കൊടി എന്ന ജംഗ്ഷനിൽ നിന്ന് ഏതാണ്ട് 5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഈ പുള്ളിലെത്തും. വളരെ മനോഹരമായ ഒരു സ്ഥലമാണിത്. എറണാകുളത്ത് കടമക്കുടി ഐലൻഡ് പോലൊക്കെ തന്നെ വളരെ മനോഹരമായ ഒരു സ്ഥലമാണിത്. വൈകുന്നേരങ്ങളിൽ ധാരാളം ചെറിയ ചെറിയ കടകളെല്ലാം ഇവിടെ ഉണ്ട്. തട്ടുകടകള്, വെറൈറ്റി ഫുഡ്സ് ഇവിടെ കിട്ടും. അതെല്ലാം ആസ്വദിക്കാൻ പറ്റിയൊരു സ്ഥലമാണിത്. പുള്ളിലുള്ള ഈ ഒരു തോട്ടിലാണ് ഈ വക ആക്ടിവിറ്റീസ് എല്ലാം ഉള്ളത്. ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടും എല്ലാം വരാൻ പറ്റിയൊരു സ്ഥലമാണിത്. ഇവിടെ ഇങ്ങനെ ഈ തോടിന് കുറുകെ പോകുന്ന ഒരു ക്രോസ് ചെയ്തിരിക്കുന്ന പാലത്തിന്റെ സൈഡിൽ നിന്നാണ് ഈ ആക്ടിവിറ്റീസ് എല്ലാം തുടങ്ങുന്നത്. നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ അല്പം കാണാം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇവിടെ കാണുന്നതാണ് ഇവിടുത്തെ സർവീസിനുള്ള ഇപ്പോഴത്തെ ചാർജുകള്. ഇങ്ങനെയുള്ള യാത്രകളെല്ലാം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും
ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ ഞങ്ങള് ഉള്ളിലത്തെ കാഴ്ചകളെല്ലാം കണ്ട് ഇവിടെ നിന്ന് മടങ്ങുകയാണ്. അടുത്ത വീഡിയോയില് മറ്റൊരു സ്ഥലവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.